ശ്രീമന്നാരായണീയം ദശകം 21 നവവർഷങ്ങളും സപ്തദ്വീപാദികളും. ശ്ലോകം 10. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുരു ബ്രഹ്മ ഗുരുരു വിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. പ്ലാക്ഷേർക്കരൂപമൈശാൽമലയും ദോരൂപം ദ്വീപേ ഭജന്തി കുശനാമനിവന്യരൂപം ക്രൗഞ്ചേംബുരൂപമഥവായുമയം ച ശാകേ ത്വാം ബ്രഹ്മരൂപമപി പുഷ്കരനാംനി ലോകാ. കഴിഞ്ഞ ശ്ലോകത്തില് നമ്മൾ കണ്ടു, ഭാരതം എന്ന ഭൂഖണ്ഡത്തില് ജംബുദ്വീപ്, ആ ഭാരത ഭൂഖണ്ഡത്തില് ഇവിടെ ശ്രീനാരദ മഹർഷിയോടുകൂടി പ്രധാനപ്പെട്ട ഭക്തന്മാരെല്ലാവരും സാഖ്യശാസ്ത്ര തത്വത്തില് പറയുന്ന ആ യോഗ സ്തുതികള് ഇതെല്ലാം കൊണ്ട്, സ്തോത്രങ്ങൾ കൊണ്ട് നരനാരായണന്മാരെ സ്തുതിക്കുന്നു. ജംബുദ്വീപത്തിലെ 9 ഭൂഖണ്ഡങ്ങളുടെയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ദ്വീപുകളെ കുറിച്ചാണ് പറയുന്നത്. ഐ അലയോ ഭഗവാനെ, പ്ലാക്ഷേ പ്ലാക്ഷദ്വീപത്തില് അർക്കരൂപം ആദിത്യന്റെ രൂപത്തിലാണ് ഭഗവാനെ സ്തുതിക്കുന്നത്. ശാൽമല ദ്വീപത്തില് ചന്ദ്രന്റെ രൂപത്തില്, ഇന്ദുരൂപം ചന്ദ്രന്റെ രൂപത്തിലാണ് ഭഗവാനെ ഭജിക്കുന്നത്. കുശനാംനി ദ്വീപേ, കുശമെന്നു പേരായ ആ ദ്വീപത്തില് വന്യരൂപം അഗ്നിസ്വരൂപനായിട്ടാണ് ഭഗവാനെ ഭജിക്കുന്നത്. ക്രൗഞ്ചദ്വീപത്തില് അമ്പുരൂപം ജലരൂപത്തിലുള്ള ഭഗവാനെ ഭജിക്കുകയാണ്. പുഷ്കരനാംനി ബ്രഹ്മരൂപം, പുഷ്കരം എന്ന ദ്വീപത്തില് പരബ്രഹ്മസ്വരൂപനായിട്ടുള്ള ഭഗവാനെ ഭജിക്കുന്നു. ശാഖദ്വീപത്തില് ആകട്ടെ വായുസ്വരൂപനായിട്ട്, വായുസ്വരൂപനായിട്ടും അവിടെ ഭഗവാനെ ഭജിക്കുന്നു ഭഗവാന്റെ ഭക്തരായിട്ടുള്ള ജനങ്ങൾ. അപ്പൊ ദ്വീപുകളുടെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ഓരോ ദ്വീപുകളും, ആദ്യം 9 ഭൂഖണ്ഡങ്ങളെ കുറിച്ച് പറഞ്ഞു. അത് ജംബുദ്വീപം എന്നാണ് അവയ്ക്ക് എല്ലാം കൂടി പറയുന്നത്. ഇനി പറയുന്ന ദ്വീപുകള് പ്ലാക്ഷം, അതിന് ഇപ്പോൾ പറയുന്ന പേര് തെക്കേ അമേരിക്ക എന്നാണ്. കുശം അത് അന്റാർട്ടിക്കയാണ്. ശാകം അത് യൂറോപ്പാണ്. ശാൽമലം ഓസ്ട്രേലിയയാണ്. ക്രൗഞ്ചം ആഫ്രിക്ക. പുഷ്കരം വടക്കേ അമേരിക്ക. ജംബുദ്വീപ് ഏഷ്യ ഭൂഖണ്ഡം. ഇങ്ങനെയാണ് ദ്വീപുകളുടെ വർണ്ണന. ഈ ഒരു ശ്ലോകത്തില് ദ്വീപുകളെ കുറിച്ച് പറഞ്ഞു. ഇനി ആകാശം, പാതാളം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.